പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാമത്തെ വചനം. എന്തെന്നാൽ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടാകും. ഈശോയുടെ ഏറ്റവും വലിയൊരു പ്രാർത്ഥന ഇതാണ്: പിതാവേ, നമ്മെപ്പോലെ അവരും ഒന്നാകേണ്ടതിന്. തിരുക്കുടുംബത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ഒരു കാര്യം അത് യൂണിറ്റിയാണ്, ഐക്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഔസേപ്പിതാവിൻ്റെ സ്ഥാനം എന്താണ്? എടുത്തു നോക്കിക്കോളുക. നമ്മുടെ പ്രാർത്ഥന: ഈശോ, മറിയം, ഔസേപ്പ് വരുന്നത് അവസാനമാണ്. ഔസേപ്പിതാവ് വരുന്നത് അവസാനമാണ്. ഈശോ, മറിയം, ഔസേപ്പ്, ഇങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, എവിടെയെല്ലാം ഡിവിഷനുണ്ടോ അവിടെയെല്ലാം പ്രിയപ്പെട്ടവരെ ഞാൻ വലുതാണ് എന്ന ചിന്തയുണ്ട്, ഞാൻ ശരിയാണ് എന്ന ചിന്തയുണ്ട്. എവിടെയെല്ലാം ഡിവിഷനും ഡിസോർഡറും അസ്വസ്ഥതയുമുണ്ടോ അവിടെ ഞാൻ എന്ന ചിന്തയുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മൾ വിശ്വസിക്കുന്ന ദൈവം. നമ്മൾ വിശ്വസിക്കുന്നത് ഏത് ദൈവത്തിലാണ്? ത്രിത്വൈക ദൈവത്തിലാണ്. അവിടെ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. എന്താണ് പിതാവ് പറയുന്നത്? പിതാവ് പറയും, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പിതാവ് പുത്രനെ ഉയർത്തിക്കാണിക്കുന്നു. ഇനി എന്താണ് യേശു പറയുന്നത്? പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രനൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനും പിതാവും ഒന്നാണ്. എന്നെ കാണുന്നവൻ പിതാവിനെയാണ് കാണുന്നത്. പിതാവിനെ ഉയർത്തിക്കാട്ടുന്നു പുത്രൻ. ഇനി പരിശുദ്ധാത്മാവാണ് പുത്രനെ ഉയർത്തിക്കാട്ടുന്നതും യേശുവിനെ അവതരിപ്പിക്കുന്നതും. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ വരുന്നു, തെളിയിക്കുന്നു ഇവൻ ദൈവപുത്രനാണ്, ഇവനെയാണ് നോക്കേണ്ടത്. ഇനി പിതാവും പുത്രനും എന്താ ചെയ്യുന്നത്? ഈശോ പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് വരുമ്പോൾ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് എല്ലാം പൂർത്തിയാക്കും. ത്രിത്വത്തിൽ നമ്മൾ കാണുന്നത് ഐക്യം മാത്രമല്ല, പരസ്പരം ഉയർത്തുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന കൂട്ടായ്മയാണ്. ഇതാണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം. നിന്റെ ദൈവം എങ്ങനെയോ അങ്ങനെ നീയാകും. നമ്മൾ വിശ്വസിക്കുന്നത് ഏക ദൈവത്തിലല്ല, ത്രിത്വൈക ദൈവത്തിലാണ്. അവിടെ പുത്രനെ സ്നേഹിക്കുന്ന പിതാവുണ്ട്, സ്നേഹിക്കപ്പെടുന്ന പിതാവുണ്ട്, സ്നേഹിക്കപ്പെടുന്ന പുത്രനുണ്ട്, സ്നേഹം കൊടുക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്, സ്നേഹം സ്വീകരിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമുണ്ട്, സ്നേഹം കൊടുക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമുണ്ട്. അത് സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്. എന്നുവെച്ചാൽ നമ്മളുടെ സ്വഭാവം നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ഈ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആഗ്രഹം എന്താ? സ്നേഹിക്കപ്പെടാനും സ്നേഹം കൊടുക്കാനും. ഈ ദൈവം ഒരാളാണെങ്കിൽ അവിടെ അപകടം എന്താ? ദൈവം പൂർണ്ണനാകുന്നത് സ്നേഹത്തിലാണ്. സ്നേഹത്തിലാണ് ദൈവത്തിൻ്റെ പൂർണ്ണതയെങ്കിൽ അത് കൊടുക്കാനും അത് സ്വീകരിക്കപ്പെടാനും ഇടവരുമ്പോഴേ സ്നേഹത്തിൻ്റെ പൂർണ്ണത മനസ്സിലാവുകയുള്ളൂ, അല്ലേ? ആ സ്നേഹം കൊടുക്കണം. ആ സ്നേഹം സ്വീകരിക്കപ്പെടാത്ത ഒരു ദൈവമല്ല. ആ സ്നേഹം പുറപ്പെടണം, ആ സ്നേഹം കിട്ടണം. ആ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ 2 വ്യക്തികൾ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിലാണ് സ്നേഹം വെളിപ്പെടുന്നത്. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം വെളിപ്പെടുത്തിയത് സ്നേഹത്തെ വെളിപ്പെടുത്തി. അപ്പം നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ ഈ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ ഉണ്ടാകണം.
ഈ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ രക്ഷാകര ചരിത്രം രൂപപ്പെടും. അപ്പോൾ നമ്മൾ തിരുക്കുടുംബത്തിൽ കാണുന്നത് എന്താണ്? തിരുക്കുടുംബത്തിൽ ഈശോ പറഞ്ഞൊരു വചനമില്ലേ, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകനാകണം. സ്വർഗരാജ്യത്തിൽ ആരാണ് വലിയത് എന്നൊരു തർക്കമുണ്ടായപ്പോൾ യേശു ഒരു ശിശുവിനെ എടുത്ത് മുമ്പിൽ നിർത്തി. ഇതുപോലെ ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ വലിയവൻ, അല്ലേ? പ്രിയപ്പെട്ടവരെ, ആ വചനം പറയുമ്പോൾ യേശുവിൻ്റെ മുമ്പിൽ ഒരു വ്യക്തിയുണ്ട്, ജോസഫ്. അതുപോലെ ചെറുതായി, അതുപോലെ ഇല്ലാതായി. അപ്പം ഈ ത്രിത്വം, നമ്മൾ ഐക്യം കുടുംബത്തിലുണ്ടാകണം. ഈ ഐക്യം കൊണ്ടുവരുന്നത്, ഐക്യം ഒരു കുടുംബത്തിലുണ്ട് എന്നതിന് ആ കുടുംബം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷത്തിൽ അവസാന ഭാഗം ഇങ്ങനെയാണ്: തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന ഒരു തർക്കം അവരുടെ ഇടയിലുണ്ടായി. ലൂക്ക 22 പറയുകയാണ്, ഒരു തർക്കം ശിഷ്യന്മാരുടെ ഇടയിലുണ്ടായി. നമുക്കറിയാം, ഇത് യേശുവിൻ്റെ പീഡാസഹനത്തിന് തൊട്ട് മുമ്പ് നടക്കുന്നൊരു കാര്യമാണ്. ഈ തർക്കം ഉണ്ടായി. ഇനി എന്താണ് തർക്കം? തങ്ങളിൽ ആരാണ് വലിയവൻ എന്നൊരു തർക്കം ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, എന്നാൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ വായിക്കും. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും, 14-ാമത്തെ വചനം: എന്നാൽ പത്രോസ് മറ്റു 11 പേരോടും ഒപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു, യഹൂദ ജനങ്ങളെ, ജെറുസലേമിൽ വസിക്കുന്നവരെ, ഇത് മനസ്സിലാക്കുവിൻ. എന്താ അവിടെ വായിച്ചത്? അവിടെ ഒരു വാക്ക് വന്നു, ഒപ്പം. പത്രോസ് 11 പേരോടും ഒപ്പം എഴുന്നേറ്റ് നിന്നു. കണ്ടോ? പന്തക്കുസ്ത വന്നു കഴിഞ്ഞപ്പോൾ വന്ന മാറ്റം, യൂണിറ്റി അവരുടെ ഇടയിൽ വന്നു. യൂണിറ്റി അവരുടെ ഇടയിൽ വന്നു. പരിശുദ്ധ അമ്മയിൽ ആരുണ്ടായിരുന്നു? പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. ഔസേപ്പിതാവിൽ ആരുണ്ടായിരുന്നു? പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് ഒരു കുടുംബത്തിൽ ഉണ്ട് എന്നതിൻ്റെ തെളിവ്, ആ കുടുംബത്തിൽ ഐക്യമുണ്ടാകും. യൂണിറ്റി ഈസ് ഓൾവേസ് കംസ് ഫ്രം ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ നിന്നാണ് ഐക്യം വരുന്നത്. അവിടെ ഐക്യമുണ്ട്. അതുകൊണ്ടല്ലേ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഈശോ പറയുക, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നത് അവരുടെ മധ്യേ ഞാനുണ്ടാകും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഔസേപ്പിതാവ്, ശരിയാണ്, വിശുദ്ധ ഔസേപ്പിതാവ് ആണ് കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചത്, വീട് പണിതത്. വിശുദ്ധ ഔസേപ്പിതാവാണ് എന്നോടാണ് പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയത്. പക്ഷെ നമ്മൾ വിശുദ്ധ ഔസേപ്പിതാവിനെ എത്ര എളിമയോടെയാണ് കാണുന്നത്. അവിടെ എന്തോരം ഐക്യത്തോടെയാണ് നമ്മൾ തിരുക്കുടുംബത്തിൽ നമ്മൾ തിരുക്കുടുംബത്തിൻ്റെ ഒരു ചിത്രം എന്ന് പറയുമ്പോൾ, തിരുക്കുടുംബത്തിൻ്റെ ഒരു ചിത്രം എന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുമ്പോൾ, ഞാനിപ്പോൾ വെറുതെ പറയുകയാണ്, തിരുക്കുടുംബത്തിൻ്റെ ചിത്രം എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റായിട്ട് അതിൽ ഔസേപ്പിതാവും മാതാവും ഉണ്ണീശോയും ഉണ്ടെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. തിരുക്കുടുംബം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിത്രം വന്നു, അവിടെ ഔസേപ്പിതാവ്, മറിയം, യേശു ഉണ്ട്. അതാണ് തിരുക്കുടുംബം. അതാണ് തിരുക്കുടുംബം. അവിടെയാണ് തിരുക്കുടുംബം. ഇനി ഇതിൽ 2 പേര് ഔസേപ്പിതാവിനെയും മാതാവിനെയും ഫ്രെയിമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരുക്കുടുംബം ആകിയല്ല. തിരുക്കുടുംബം ഇവർ 3 പേരും വരണം. ഇവർ 3 പേരും വരുമ്പോൾ ഞാൻ തിരുക്കുടുംബം എന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഔസേപ്പിതാവിൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ മതി, നിങ്ങളുടെ മനസ്സിൽ ഈ 3 പേരുടെയും ചിത്രം തെളിയും. എന്ന് വെച്ചാൽ അതാണ് നമ്മുടെ കുടുംബം. അപ്പം നമ്മുടെ കുടുംബം ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഐക്യം. ഈ ഐക്യമുണ്ടാവുക. ഈ ഐക്യമുണ്ടാകുമ്പോഴാണ് അവിടെ നമുക്ക് രക്ഷ കാണാൻ പറ്റുന്നത്. ഐക്യം എപ്പോഴാണ്? ഞാൻ എൻ്റെ ദൈവം നിർത്തിയ ആ ബന്ധത്തിൽ ഐക്യത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നൊരു കാര്യം, ഒരിക്കൽ ഒരു കുടുംബനാഥൻ ഒത്തിരി ലക്ഷം രൂപയുടെ ഒരു കടബാധ്യതയുമായിട്ട് വന്നു. അദ്ദേഹം ബഹുമാനപ്പെട്ട പനക്കിലച്ചനെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ പനക്കിലച്ചനെ കണ്ടു കഴിഞ്ഞ് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു. അപ്പം ഞാൻ ചോദിച്ചു, അച്ഛൻ എന്ത് പറഞ്ഞു? അപ്പോൾ ആ ചേട്ടനോട് പറഞ്ഞു, എൻ്റെ അച്ഛൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, അതെന്താ? അച്ഛനോട് ഞാൻ കടബാധ്യത പറഞ്ഞപ്പോൾ
അച്ഛൻ എന്നോട് ചോദിച്ചത് ഇയാളും ഭാര്യയും മക്കളും തമ്മിലുള്ള സ്നേഹം എങ്ങനെയാണെന്ന്. എന്നിട്ട് അച്ഛൻ പറയുക, കടബാധ്യത മാറാൻ സ്നേഹിക്കുക. എനിക്കത് മനസ്സിലായില്ല. ഇത്ര ലക്ഷം രൂപയുടെ കടബാധ്യത മാറാൻ സ്നേഹിച്ചാൽ മതിയോ? അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഞാൻ അച്ഛനെ കളിയാക്കി. അച്ഛാ, 70 ലക്ഷം രൂപയുടെ കടബാധ്യതയായിട്ട് വന്നവനോട് പറയുകയാണ് സ്നേഹിക്കാൻ. അച്ഛൻ എന്നോട് ചോദിച്ചൊരു ചോദ്യം, വാട്ട് യു മീൻ ബൈ ലവ്? എന്താണ് സ്നേഹം? അപ്പം ഞാൻ പറഞ്ഞു, സ്നേഹം ദൈവമാണ്. അപ്പോൾ സ്നേഹിക്കുമ്പോൾ അവിടെ ആര് വരും? സ്നേഹിക്കുമ്പോൾ ദൈവം അവിടെ വരും. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവികമാണ്. അപ്പോൾ ഞാൻ അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അച്ഛൻ പറഞ്ഞു, പുള്ളിയുടെ പ്രശ്നം എന്താ? 70 ലക്ഷം രൂപയുടെ കടബാധ്യത. പുള്ളിയോട് ഒരു കാര്യം ചോദിച്ചപ്പോൾ പുള്ളി എന്താ പറഞ്ഞത്? ഈ കടബാധ്യതയെക്കുറിച്ച് പുള്ളിക്ക് മാത്രമേ അറിവുള്ളൂ, ഭാര്യയ്ക്ക് അറിയില്ല. അതിനർത്ഥം അവിടെ യൂണിറ്റി, അവിടെ സ്നേഹമില്ല. ഞാൻ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇദ്ദേഹം ധ്യാനം കൂടുന്നുണ്ട്. ധ്യാനമൊക്കെ കഴിഞ്ഞ് ഇദ്ദേഹം പോയി. പ്രിയപ്പെട്ടവരെ, ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം, ഭാര്യ, മക്കൾ ധ്യാനത്തിന് വന്നു. അപ്പോൾ ഈ കുടുംബത്തെ പരിചയമുള്ളത് കൊണ്ടും ഈ കുടുംബം ഈ ഭർത്താവ് ഭാര്യയും മക്കളെയും ഒക്കെ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടും ഈ ഭാര്യ എൻ്റെ മുമ്പിൽ വന്നപ്പോൾ എനിക്കിവരെ മനസ്സിലായി. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ ഭർത്താവിനോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് മണ്ടത്തരമായിട്ട് തോന്നിയൊരു കാര്യമുണ്ട്. 70 ലക്ഷം രൂപയുടെ കടബാധ്യതയായിട്ട് വന്നപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, മനക്കളച്ചനോട് പറഞ്ഞു, നീ സ്നേഹം കൊടുക്കുന്ന വ്യക്തിയാവുക. അതെനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഇപ്പോൾ അതെനിക്ക് മനസ്സിലാകുന്നു. എന്നിട്ട് ഈ ചേച്ചി, ഈ ഭാര്യ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛാ, അന്ന് ചേട്ടൻ ഇവിടുന്ന് ധ്യാനം കഴിഞ്ഞ് വന്നില്ലേ, എൻ്റെ 25 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നു എന്നെനിക്ക് തോന്നിയതെന്നാ. ഞാൻ ചോദിച്ചു, അതെങ്ങനെയാ ചേച്ചി? അച്ഛാ, എൻ്റെ ഭർത്താവ് ധ്യാനം കഴിഞ്ഞ് വന്ന് എന്നെ പിടിച്ചടുത്തിരുത്തി എന്നോട് പറഞ്ഞു, എടി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ എപ്പോഴും കുറ്റപ്പെടുത്തും, എപ്പോഴും ദേഷ്യമാണ്, ഒരു സ്നേഹത്തോടൊരു വാക്ക് മക്കളോടോ എന്നോട് പറയില്ല. എടി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ കൈ പിടിച്ചിട്ട്, എൻ്റെ കയ്യിൽ പിടിച്ചപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു. 25 വർഷത്തിൽ ഇതുവരെ ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ കണ്ണുനീര് എൻ്റെ കയ്യിൽ വന്ന് വീണു. എടി, ഞാൻ പരാജയപ്പെട്ടു. നമ്മുടെ ബിസിനസ് തകർന്നു. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ സ്ഥലം മേടിച്ചതൊന്നും പോയിട്ടില്ല. സ്ഥലം കിടക്കുകയാണ്. സ്ഥലത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ ഇടിഞ്ഞു. എടി, ഇത്ര കടമുണ്ട് നമുക്ക്. അച്ഛാ, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ, ഞാൻ ഈ കുടുംബത്തിൽ ഒരംഗമാണ് എന്നെനിക്ക് തോന്നിയത് അന്നാ. എനിക്ക് ആദ്യമായിട്ട് സ്നേഹം തോന്നിയത് എൻ്റെ ഭർത്താവിന് ഞങ്ങൾക്ക് ഒരുമ തോന്നിയത് അന്നാ. അതുവരെയും ഞങ്ങൾ ഒരുമിച്ച് കിടന്നിട്ടുണ്ട്, 2 കുട്ടികളുണ്ടായിട്ടുണ്ട്, ഞങ്ങൾ ബന്ധമുണ്ട്. പക്ഷെ അന്നുണ്ടല്ലോ അച്ഛാ, അന്ന് എനിക്ക് തോന്നി ഇയാളും ഞാനും ഒന്നാണ്. അന്ന് എനിക്ക് തോന്നിയത്, അച്ഛാ, ഞങ്ങളുടെ മക്കൾ പഠിക്കുക, അന്ന് തൊട്ട് ഞങ്ങൾക്ക് സംഭവിച്ചൊരു കാര്യമുണ്ട് അച്ഛാ. ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് വരും. ഞങ്ങൾ 2 പേരും കട്ടിലിരുന്ന് ഉറക്കം വരുന്നവരെ ഞാൻ ബൈബിൾ വായിക്കും, അത് കഴിഞ്ഞ് ചേട്ടൻ വായിക്കും. ഞങ്ങൾ ഓരോ കാര്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അച്ഛൻ അറിയാവോ, വിൽക്കപ്പെടാതെ കിടന്നിരുന്ന 4 ഫ്ലോട്ടാണ് ഈ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 3 മാസത്തിനുള്ളിൽ വിറ്റുപോയത്. അച്ഛാ, ഞങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ മഞ്ഞുരുകി. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ബന്ധങ്ങളുള്ളതായി ഈ വ്യക്തിക്ക്, ഒരുപാട് രാഷ്ട്രീയ ബന്ധങ്ങളുള്ളതായി വ്യക്തിക്ക്. പക്ഷേ ദൈവം ഈ അടുത്ത് നിർത്തിയ ബന്ധങ്ങളുണ്ടല്ലോ, ഈ ബന്ധങ്ങളിലാണ് ദൈവം രക്ഷ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. ഈ ബന്ധങ്ങളിലാണ് ദൈവം കൃപ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. ഈ ഐക്യത്തിൽ
പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം ഇടപെടുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ വണ്ടറായിട്ട് തോന്നി. കാരണം ഞാനും പോലും കളിയാക്കി, ഈ ഇത്രയും ലക്ഷം രൂപയായിട്ട് കടബാധിതർ വരുന്ന ഒരാൾ സ്നേഹം കൊടുക്കാൻ പറഞ്ഞാൽ, ഈ സ്നേഹത്തിൻ്റെ കുറവാണ് പ്രിയപ്പെട്ടവരെ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം. അപ്പം ഈ സ്നേഹം കൊടുക്കുക എന്നൊരു വ്യക്തി, ഐക്യം, ആ മാനസിക ഐക്യം, അവർ ഐക്യത്തിലേക്ക് വന്നു. ഒരുപക്ഷെ ഇന്ന് ഒരുപാട് കുടുംബങ്ങളിൽ എന്തുണ്ട്? ഇന്ന് ഒരുപാട് കുടുംബങ്ങളിൽ പ്രിയപ്പെട്ടവരെ ഫിസിക്കൽ യൂണിറ്റി ഉണ്ട്, പക്ഷെ ദർ ഇസ് നോ മെൻ്റൽ യൂണിറ്റി, ദർ ഇസ് നോ സ്പിരിച്വൽ യൂണിറ്റി. ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഫിസിക്കൽ യൂണിറ്റി അല്ല, മറിച്ച് സ്പിരിച്വൽ ആൻഡ് മെൻ്റൽ യൂണിറ്റി വേണം. മാനസിക ഐക്യമുണ്ടോ? ആത്മീയ ഐക്യമുണ്ടോ? നമ്മൾ ഓർക്കുക, ഒരു ഭർത്താവും ഭാര്യയും തമ്മിൽ മാനസിക ഐക്യമില്ല എങ്കിൽ ദെയർ ഫിസിക്കൽ യൂണിറ്റി, അവരുടെ ശാരീരിക ബന്ധം, അത് ഒരു സ്നേഹത്തിൽ നിന്ന് വരുന്നതല്ല. എന്നാൽ നമ്മൾ കാണുന്നു ഔസേപ്പിതാവ് മറിയം എന്നൊരു ദാമ്പത്യ ജീവിതത്തെ, ദെർ വാസ് നോ ഫിസിക്കൽ യൂണിയൻ, ബട്ട് ദെർ വാസ് സ്പിരിച്വൽ യൂണിയൻ ആൻഡ് മെൻ്റൽ യൂണിയൻ. അവിടെ മാനസിക ഐക്യവും അവിടെ ആത്മീയ ഐക്യവും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അവരുടെ ഇടയിൽ ശാരീരികം ഇല്ലാതിരുന്നത്? കാരണം ശാരീരികം ദൈവരായത്തെ പ്രതി അവർ വേണ്ട എന്ന് വെച്ചു. അപ്പോൾ ഒരു കാര്യം ഓർക്കുക പ്രിയപ്പെട്ടവരെ, എത്രയോ ജീവിതങ്ങളെ നമ്മൾ കാണുന്നു, എത്രയോ ജീവിതങ്ങളെ ഒരു പക്ഷേ വിവാഹം കഴിഞ്ഞ് തൊട്ടടുത്ത് അപകടം പറ്റിയവർ, വിവാഹം കഴിഞ്ഞ് തൊട്ടടുത്ത് പക്ഷേ അപ്പോൾ ശാരീരികമായി ഒരുമിക്കാൻ പറ്റാത്തവർ. പക്ഷെ ഓർക്കേണ്ട കാര്യം, ഒരു ദാമ്പത്യ ജീവിതത്തിൽ, ഒരു കുടുംബത്തിൽ സ്പിരിച്വൽ യൂണിറ്റി ഉണ്ടോ? ഒരു കുടുംബത്തിൽ, ഒരു ദാമ്പത്യ ജീവിതത്തിൽ ആത്മീയ ഐക്യമുണ്ടോ? ഒരു ടേബിളിനടുത്തിരുന്നാൽ അത് ഫിസിക്കൽ യൂണിറ്റി ആകും. അടുത്തുണ്ട് ആ ഐക്യം. ഒരു ബസ്സിൽ കയറുമ്പോഴില്ലേ ആ ഐക്യം? തിരക്കുള്ളൊരു റെസ്റ്റോറൻറ്റിൽ പോലും ഇല്ലേ? നമ്മൾ അടുത്തിരിക്കുന്നു, അടുത്ത ടേബിള്, നമ്മൾ പറഞ്ഞത് കേൾക്കാൻ പാകത്തിന് അടുത്തിരിക്കുന്നു. അതല്ല കുടുംബം. അവിടെ ഒരു മെൻ്റൽ യൂണിറ്റി വേണം, അവിടെ ഒരു മാനസിക ഐക്യം വേണം, അവിടെ ഒരു സ്പിരിച്വൽ യൂണിറ്റി വേണം. ആൻഡ് ദാറ്റ് യൂണിറ്റി, ആ ഐക്യം എന്നത് അത് പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ത്രിത്വത്തിൽ അല്ലെങ്കിൽ തിരുക്കുടുംബത്തിൽ നമ്മൾ കാണുന്നത് ഈ സ്നേഹം കൊടുക്കുന്നവരെയാണ് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമ്മുടെ കുടുംബത്തിൽ ഈ ഐക്യത്തിന് പ്രാധാന്യം കൊടുക്കുക. ഞാൻ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അത് ഒരു എന്തെങ്കിലും വസ്തുവല്ല, അത് ഒരു വികാരമാണ്, അത് എന്നെ കൊടുക്കുന്നതാണ്. അവിടെ സഹനമുണ്ട്, അവിടെ എളിമയുണ്ട്, അവിടെ താഴലുണ്ട്. എവിടെയെല്ലാം നമ്മൾ വിഘടിച്ച് നിൽക്കുന്നുവോ അവിടെയൊന്നും സ്നേഹമില്ല. സ്നേഹം ക്ഷമിക്കും, സ്നേഹം സർവ്വതും പൊറുക്കും, സ്നേഹം സർവ്വതും സഹിക്കും. എവിടെയെല്ലാം ഡിവിഷനുണ്ടോ അവിടെയെല്ലാം സ്നേഹമില്ല. എവിടെയെല്ലാം സ്നേഹമില്ലാത്തതുണ്ടോ അവിടെയൊന്നും പരിശുദ്ധാത്മാവല്ല നയിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഓർക്കുക, ഇന്ന് എവിടെയൊക്കെ ഡിവിഷൻ വരികയാണ്. ഇന്ന് ഡിവിഷനാണ് പ്രശ്നം. ഇന്ന് സഭയിൽ ഡിവിഷൻ വരുന്നു, കുടുംബത്തിൽ ഡിവിഷൻ വരുന്നു, സമൂഹത്തിൽ ഡിവിഷൻ വരുന്നു. ഒരു കാര്യം ഓർക്കുക, ഡിവിഷൻ അല്ലെങ്കിൽ അകൽച്ച അല്ലെങ്കിൽ വിഘടിതമായി നിൽക്കുക, ഇത് ഒരിക്കലും പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നതല്ല. പരിശുദ്ധാത്മാവ് ഐക്യത്തിൻ്റെ ആത്മാവാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ സഭയിൽ ഞാൻ ഈ ഐക്യമുണ്ടാകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്നവരെ വലുതായിട്ട് കാണാനും അവരുടെ നന്മ അംഗീകരിക്കാനും തയ്യാറാവുക. ജോസഫ് യേശുവിനെ കണ്ടത് തൻ്റെ മകനായിട്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ മകനായിട്ടാണ്. ജോസഫ് മറിയത്തെ കണ്ടത് ദൈവം രക്ഷാകര ചരിത്രത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ദൈവമാതാവായിട്ടാണ്. ദൈവം രക്ഷാകര ചരിത്രത്തിൻ്റെ അടിസ്ഥാനപരമായി തിരഞ്ഞെടുത്ത ദൈവമാതാവായിട്ട് ജോസഫ് മറിയത്തെ കണ്ടു. അതെൻ്റെ ഭാര്യയായിട്ടല്ല, രക്ഷാകര ചരിത്രത്തോട് ചേർത്ത് വെച്ച് ജോസഫ് ഭാര്യയെ കണ്ടു. ദൈവത്തിൻ്റെ രക്ഷയായിട്ട് യേശുവിനെ കണ്ടു. പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് ജോസഫിന് എളിമപ്പെടാൻ പറ്റിയത്.
അപ്പോഴാണ് ജോസഫിന് പ്രിയപ്പെട്ടവരെ സ്നേഹം കൊടുക്കാൻ പറ്റിയത്. അപ്പോഴാണ് ജോസഫിന് ഐക്യത്തിൽ നിലനിൽക്കാൻ പറ്റിയത്. ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ എൻ്റെ കൂടെയുള്ളവരെ വലുതായിട്ടും ദൈവത്തിൻ്റേതായിട്ടും കാണാൻ തുടങ്ങുമ്പോഴാണ് അത് രക്ഷാകരമാകുന്നത്, അത് അനുഗ്രഹമാകുന്നത്. മറിച്ച് ഞാൻ വലുത് എന്ന് പറയുന്നിടത്ത് ഒരിക്കലും ആ ഒരു ഐക്യം വരുന്നില്ല. മറിച്ച് നമ്മൾ എന്ന് പറയുന്നിടത്ത് ഞാൻ, നിൻ്റെ, എൻ്റെ ഈ വാക്കുകളൊന്നും ഐക്യത്തിലേക്ക് വരുന്നില്ല. നമ്മൾ എന്ന് പറയുന്നിടത്താണ് ഐക്യം വരുന്നത്. ഐക്യത്തിലാണ് ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത്, ദൈവം തന്നെ നൽകുന്നത്. ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ പിതാവെ അവരും ഒന്നായിരിക്കുവാൻ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ടോ, ഈശോ പ്രാർത്ഥിക്കുന്നത് പോലും ആ ഐക്യത്തിന് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഔസേപ്പിതാവിനെ ധ്യാനിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു തലം, നമ്മുടെ കുടുംബം മനസ്സിലാക്കേണ്ട, നമ്മുടെ കുടുംബം ഒരുമിച്ച് ധ്യാനിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഐക്യമുണ്ടോ? പല സാഹചര്യത്തിൽ നിന്ന് വന്നവരാ. ഒരു പക്ഷേ ഇപ്പോൾ ഒരു കുടുംബത്തിൽ എൻ്റെ അമ്മായിയപ്പനുണ്ട്, എൻ്റെ അമ്മായിയമ്മയുണ്ട്, അല്ലെങ്കിൽ ഞാൻ മറ്റൊരു വീട്ടിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടിയുണ്ട്, അല്ലെങ്കിൽ ഇത് പലരുണ്ട് നമ്മുടെ കുടുംബത്തിൽ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു ഐക്യമുണ്ടാകുമ്പോഴാണ് ആ കുടുംബം ഒരുമിച്ച് വളരുന്നതും ഒരുമിച്ച് രക്ഷ സ്വീകരിക്കുന്നത് ഐക്യവും നന്മയും ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ഈ ഐക്യത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുക. ഒരിക്കൽ ഒരച്ഛൻ, എൻ്റെ ഒരു സുഹൃത്തച്ഛനാണ്. ഈ അച്ഛൻ, ഞാൻ അച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോൾ അച്ഛനെ ഓർഫനേജ് ഈ ബോയ്സ് ഹോമുണ്ട്, അവിടുത്തെ ചാർജാണ്. അപ്പം അച്ഛനെ അന്ന് ഉച്ചയ്ക്ക് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ വിളിപ്പിച്ചു. നിങ്ങളുടെ ബോയ്സ് ഹോമിലെ പിള്ളേരെല്ലാം കൂടി ഒരുത്തനെ തല്ലി. അപ്പം അച്ഛൻ ഇവരെ വിളിച്ച് ഇങ്ങനെ നിരത്തി നിർത്തിയിരിക്കുക അടിക്കാൻ വേണ്ടി. അച്ഛൻ ഇവരെ നിരത്തി വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. അച്ഛൻ ചോദിച്ചു, നിങ്ങളെന്തിനാ അവനെ പോയി തല്ലിയത്? ഇപ്പം ഒരുത്തൻ, ഇവരെല്ലാം ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാ, ചെറിയ ക്ലാസ്സിൽ 5ലും 4ലൊക്കെ പഠിക്കുന്നതാ. ഇവരെല്ലാം കൂടി പോയി ഒരു 7ാം ക്ലാസ്സുകാരനെ തല്ലി. 5ലും 4ലും പഠിക്കുന്ന ചെറുതുങ്ങളെല്ലാം കൂടി. അപ്പം അവർ പറയുക, നിങ്ങളെന്തിനാ അവനെ ഒറ്റയ്ക്ക് തല്ലിയത്? നിങ്ങളെന്തിനാ അവൻ്റെ അടുത്ത് പോയി തല്ലിയത്? അത് ഒരുത്തൻ പറയുക, അവൻ ഇവനെ തല്ലി, അവനല്ല തല്ലേണ്ടത്. അതെങ്ങനെയാണ് ശരിയാകുന്നത്? അവൻ തല്ലിയത് നമ്മളൊരുത്തൻ തല്ലി നമ്മൾ വെറുതെ ഇരിക്കണോ? നമ്മൾ ഒരുമിച്ച് പോയി തല്ലണം. ഞാൻ ഈ പിള്ളേരെ അച്ഛൻ വഴക്ക് പറഞ്ഞു വിട്ടപ്പോൾ ഞാൻ ഈ അച്ഛനോട് പറഞ്ഞു, അച്ഛാ അവരുടെ ബോധ്യം കണ്ടോ, അവരത്രേ ഉള്ളൂ, അവരൊന്നാണെന്നൊരു ബോധ്യം, ഒന്നാണെന്നൊരു ഫീല്, അവരൊന്നാണ്. ഞങ്ങളിൽ ഒരാളെ തൊട്ടിട്ട് അവൻ വലിയ ക്ലാസ്സിലാണെങ്കിലും ഞങ്ങൾ പോയി തല്ലും. അത് നല്ല ചിന്തയല്ല. പക്ഷെ ഞാനത് പറയുന്നത് ആ കുട്ടികളുടെ ഉള്ളിൽ ആ ഒരു ഫീലുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ആ ഫീല് എന്ത് ഫീല്? അവന്മാർ തമ്മിൽ കണ്ട പരസ്പരം അടിയാ. പക്ഷേ പുറത്തുനിന്നൊരു ശത്രു വന്നാൽ അവന്മാർ ഒറ്റക്കെട്ട. തമ്മിലടിയാണ്, പക്ഷെ പുറത്തുനിന്നൊരാളെങ്ങാനും തൊട്ടാൽ അവരൊറ്റക്കെട്ട. ശരിയാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾക്കിടയിൽ കുറേ ചെറിയ കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ പുറമേ നിന്ന് വരുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടാവുന്നുണ്ട്. അതുപോരാ, നമ്മൾ ഉള്ളിലെ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ പരസ്പരം ക്ഷമിക്കാനും പൊറുക്കാനും അംഗീകരിക്കാനും സാധിക്കണം. എൻ്റെ കൂടെയുള്ള വ്യക്തി ഒരു പൂർണ്ണത പ്രതീക്ഷിക്കരുത്. ഒരു പെർഫെക്ഷൻ എൻ്റെ അടുത്ത് നിൽക്കുന്നവരിൽ പ്രതീക്ഷിക്കരുത്. പെർഫെക്ഷൻ എൻ്റെ അടുത്ത് നിൽക്കുന്നവർ പ്രതീക്ഷിച്ചാൽ ഞാൻ എൻ്റെ ബന്ധത്തിൽ പരാജയമാണ്. മറിച്ച് ഞാൻ എൻ്റെ കൂടെയുള്ള വ്യക്തികൾക്ക് ഞാൻ എന്നെ കൊടുക്കുന്ന, സ്നേഹിക്കുന്ന വ്യക്തിയായിട്ട് മാറുക. അതാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്. ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആരാധന ഗാനത്തോട് ചേർന്ന് ആരാധനയിലേക്ക് പ്രവേശിക്കാം.
നായകനെ അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കും. ആരാധനയിൻ നായകനെ അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ, ഇടയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ, ഇടയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും. എന്നേശുവേ അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. അങ്ങേ ഞാൻ ആരാധിക്കും. എന്നേശുവേ അങ്ങേ ഞാൻ ആരാധിക്കും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരുവചനത്തിലൊരു കാര്യം മനസ്സിലാക്കുന്നു. ആരാധന എന്നത് അത് പരിശുദ്ധാത്മാവ് നയിക്കുന്നൊരവസ്ഥയാണ്. എവിടെയെല്ലാം ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് ദിവ്യകാരുണ്യത്തെ ആരാധിക്കുന്നുണ്ടോ അത് പരിശുദ്ധാത്മ നിറവുള്ള സമൂഹമാണ്. അത് പരിശുദ്ധാത്മ അഭിഷേകമുള്ള സമൂഹമാണ്. അതിനാൽ ഇപ്പോൾ നമുക്ക് ഈശോയെ ആരാധിക്കാം. വചനം ഇപ്രകാരം പറയുന്നു: ഇതാ യേശു എതിരെ വരുന്നത് കണ്ടപ്പോൾ അവർ ഓടിച്ചെന്ന് അവൻ്റെ കാൽക്കൽ വീണ് അവനെ ആരാധിച്ചു. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. വിശുദ്ധ ഔസേപ്പിതാവിനോട് ചേർന്ന് നമ്മൾ ഈശോയെ ആരാധിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഒരു കൂട്ടായ്മ, ഒരൈക്യം കടന്നു വരുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. കൂട്ടായ്മയിലാണ് യേശു വെളിപ്പെടുന്നത്. അതുകൊണ്ട് ഈശോ പറഞ്ഞു, 2 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ
ഞാനുണ്ടാകും. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നത് മുഴുവനും യേശുവിനെ ആരാധിക്കാനാണ്, യേശുവിനെ സ്തുതിക്കാനാണ്, യേശുവിനെ മഹത്വപ്പെടുത്താനാണ്. യേശു പറയുക, 2-3 പേർ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടാകും. വീണ്ടും ഈശോ പറഞ്ഞു, നിങ്ങൾ ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അവിടെ ഈശോ ആഗ്രഹിക്കുന്നത് ഈ ഐക്യത്തിൽ, ഈ കൂട്ടായ്മയിലായിരിക്കുക എന്നതാണ്. നമുക്ക് ഒരു നിമിഷം 2 കരങ്ങളും ഉയർത്തി ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന. യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. യേശുവേ, യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. മുട്ടുവിൻ തുറക്കും, സ്വർഗത്തിൻ കലവറ പ്രാപിക്കാൻ എത്രയോ നന്മകൾ. മുട്ടുവിൻ തുറക്കും, സ്വർഗത്തിൻ കലവറ പ്രാപിക്കാം എത്രയോ നന്മകൾ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. ഓ, പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. ഓ, പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. പ്രിയപ്പെട്ടവരെ, ഈശോ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 17:21, അവരെല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടി പിതാവേ, അങ്ങനിലും ഞാൻ അങ്ങയിലുമായിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചതിനും ലോകമറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുവാൻ വേണ്ടി അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. എന്തിനാണ് യോഹന്നാൻ മഹത്വം എന്ന് പറഞ്ഞത്? യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ മഹത്വപ്പെടുവാനുള്ള സമയമായി. ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും. ഈശോ ഇപ്പോൾ പറയുകയാണ്, അങ്ങ് എനിക്ക് നൽകിയ മഹത്വം ഞാൻ അവർക്ക് നൽകി. എന്തിനാണ്? അവർ ഒന്നാകുവാൻ. എന്താണ് യോഹന്നാൻ ഉദ്ദേശിക്കുന്ന മഹത്വം? അതിനറിയണമെങ്കിൽ യേശു പറയുന്നു, ഞാൻ മഹത്വപ്പെടാനുള്ള സമയമായി. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഈശോ ഇങ്ങനെയാണ് പറഞ്ഞത്, അതുവരെയും പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. യോഹന്നാൻ 7:37. കാരണം എന്തുകൊണ്ടെന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. വീണ്ടും യോഹന്നാനിൽ പറയുന്നു, ഇതാ പിതാവേ, അവിടുന്ന് പുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായി. ഇപ്പോൾ ഈശോ പറയുന്നു, എൻ്റെ മഹത്വം ഞാൻ അവർക്ക് നൽകി. എന്തിനു വേണ്ടിയാണ് ഞാൻ മഹത്വം നൽകിയത്? അവരൊന്നാകണം. എന്താണ് യോഹന്നാൻ മഹത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് യേശുവിൻ്റെ കുരിശുമരണമാണ്. പ്രിയപ്പെട്ടവരെ, അതാണ് കുരിശുമരണത്തിലൂടെ അവൻ ശത്രുതയുടെ ഭിത്തികൾ തകർത്തു എന്ന് വചനം പറയുന്നു. അവിടെ ഭിന്നതയുടെ ഭിത്തികൾ തകർത്തു കുരിശുമരണം വഴി. ഇപ്പോൾ മഹത്വം
എന്നത്, ആ മഹത്വം നമുക്ക് കിട്ടുന്നത് പ്രിയപ്പെട്ടവരെ ആ ഒന്നാകുവാൻ വേണ്ടിയാണ്. നമുക്കറിയാം തിരുക്കുടുംബം എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഉറപ്പായിട്ടും നമുക്കറിയാം അവിടെ 3 പേരുണ്ട്. വിശുദ്ധ ഔസേപ്പിതാവ്, മാതാവ്, ഉണ്ണീശോ. ദൈവം എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്കറിയാം അവിടെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവുണ്ട്. എന്താണ് നമ്മുടെ ദൈവം? നമ്മുടെ ദൈവത്തിൽ സ്നേഹിക്കപ്പെടുന്നുണ്ട്, സ്നേഹം കൊടുക്കുന്നുണ്ട്, സ്നേഹത്തിലാണ് അവരൊന്നാകുന്നത്. പിതാവെ, നമ്മെപ്പോലെ അവരും സ്നേഹത്തിൽ ഒന്നായിരിക്കേണ്ടതിന് എന്ന് വെച്ചാൽ പിതാവിൽ നിന്ന് സ്നേഹം കിട്ടുന്ന പുത്രനുണ്ട്, പുത്രന്റെ സ്നേഹം കിട്ടുന്ന പിതാവുണ്ട്, പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹം കിട്ടുന്ന പരിശുദ്ധാത്മാവുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വസിക്കുന്നത് ത്രിത്വൈക ദൈവത്തിലാണ്. എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സ്നേഹിക്കപ്പെടണം, സ്നേഹം കൊടുക്കണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ കുടുംബം സ്നേഹത്തിൽ, ഐക്യത്തിൽ ഒന്നാകുന്നുണ്ടോ? ഐക്യം നമ്മുടെ കുടുംബങ്ങളിലുണ്ടോ? ഐക്യം നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നുണ്ടോ? ഇതാണ് നമ്മൾ തിരുക്കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ കുറവുണ്ട്. ഒരിക്കലും ജോസഫ് മറിയത്തിൻ്റെ ഒപ്പം വരുന്നില്ല. പക്ഷേ ആ കുടുംബത്തിൽ ഐക്യമുണ്ട്. ആ കുടുംബം ഐക്യമുള്ള കുടുംബമായിരുന്നു. ഇന്ന് പിശാച് നമ്മുടെ കുടുംബത്തിൽ വിതയ്ക്കുന്ന ഏറ്റവും വലിയ വിഷം അത് ഡിവിഷനാണ്. എവിടെയെല്ലാം ഐക്യം നഷ്ടപ്പെടുന്നുവോ അവിടെയെല്ലാം ദൈവിക പദ്ധതിയും ദൈവാനുഗ്രഹവും തടസ്സപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നു ജോസഫ് കുടുംബനാഥനാണ്. ജോസഫ് കുടുംബനാഥനായിട്ടും ജോസഫ് ആ കുടുംബത്തിൽ ഒരു വാക്ക് പോലും, സുവിശേഷത്തിൽ ഒരു വാക്ക് പോലും ജോസഫ് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്ന് വെച്ചാൽ എളിമപ്പെടുമ്പോൾ, ചെറുതാകുമ്പോൾ, ഞാൻ എൻ്റെ അഭിപ്രായം, എൻ്റെ ഇഷ്ടമൊക്കെ ഒന്ന് മാറ്റുമ്പോഴാണ് ഐക്യം ബലമുള്ളതാകുന്നത്. ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്നവരെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും തയ്യാറാകുന്നിടത്താണ് ഐക്യം രൂപപ്പെടുന്നത്. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണും. ലൂക്കായുടെ സുവിശേഷം അവസാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു തർക്കമുണ്ടായിരുന്നു. ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു തർക്കം. ലൂക്ക 22 24 മുതലുള്ള വചനങ്ങളിൽ തങ്ങളിൽ വലിയവൻ ആരാണ് എന്നൊരു തർക്കം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ആരാണ് വലുത്? ഞാൻ പറയുന്നത് ശരി, ഞാൻ പറയുന്നതാണ് കറക്റ്റ്, ഞാനാണ് കുടുംബത്തിൽ അധ്വാനിക്കുന്നത്, ഞാനാണ് കുടുംബത്തിന് വേണ്ടി ഏൺ ചെയ്യുന്നത്, ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്നതാണ് അനുസരിക്കേണ്ടത്. ഇങ്ങനെ ഞാനാണ് ശരി, ഞാനാണ് വലുത്, ഞാനാണ് കഷ്ടപ്പെടുന്നത്. എവിടെയെല്ലാം ഞാൻ വരുന്നുണ്ടോ അവിടെയെല്ലാം ഐക്യം ഇല്ലാതാകുന്നുണ്ട്. ഓർക്കണം, എൻ്റെ സ്പിരിറ്റ്, എൻ്റെ ഇഷ്ടം, എൻ്റെ ചിന്ത ഇത് മാറണം. ശിഷ്യന്മാരുടെ ഇടയിൽ ഇതുണ്ടായിരുന്നു. തങ്ങളിൽ ആരാണ് വലിയവൻ എന്നൊരു തർക്കമുണ്ടായിരുന്നു. എന്നാൽ എപ്പോഴാണ് ഈ തർക്കം മാറിപ്പോകുന്നത്? ഈ തർക്കം മാറുന്നൊരു സ്ഥലമുണ്ട്. അത് അപ്പസ്തോല പ്രവർത്തനം 2:14 എന്നാൽ പത്രോസ് മറ്റ് 11 പേരോടും ഒപ്പം എഴുന്നേറ്റ് നിന്നു. കണ്ടോ, ഇപ്പോൾ അവിടെ ഒരു വാക്ക് വന്നു. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ വന്ന വാക്കാണ് ഒപ്പം എന്ന വാക്ക്. അതിനു മുമ്പ് തർക്കമായിരുന്നുവെങ്കിൽ പന്തക്കുസ്ത കഴിഞ്ഞപ്പോൾ വന്ന വാക്കിൻ്റെ പേരാണ് ഒപ്പം. അവർ 11 പേര് ഒപ്പം എഴുന്നേറ്റ് നിന്നു. ഐക്യം വന്നു. ഐക്യത്തിലേക്കാണ്. പരിശുദ്ധാത്മാവ് ഒരു കുടുംബത്തിലുണ്ട് എന്നതിൻ്റെ അർത്ഥം ആ കുടുംബത്തിൽ ഐക്യമുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യമുണ്ട്, കുടുംബ ബന്ധങ്ങളിൽ ഐക്യമുണ്ട്, സഹോദര ബന്ധങ്ങളിൽ ഐക്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് കുടുംബത്തിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, സഭയിലാകട്ടെ, എവിടെയെല്ലാം ഡിവിഷനുണ്ടോ, ഡിവിഷൻ ഈസ് ഓൾവേസ് കംസ് ഫ്രം ഈവിൾ സ്പിരിറ്റ്. ഭിന്നത, അകൽച്ച, അത് തിന്മയിൽ നിന്ന്, അത് ദുഷ്ടാരൂപിയിൽ നിന്ന്, അത് അശുദ്ധാത്മാവിൽ നിന്ന് വരുന്നതാണ്. ഐക്യം മാത്രമാണ് പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നത്. ഡിവിഷൻ ഈസ് ഓൾവേസ് കംസ് ഫ്രം അൺഹോളി സ്പിരിറ്റ്, അൺക്ലീൻ സ്പിരിറ്റ്. പ്രിയപ്പെട്ടവരെ, അതിനാൽ ചിന്തിക്കുക, ഡിവിഷൻ എപ്പോഴും വരുന്നത് അശുദ്ധാത്മാവിൽ നിന്നാണ്. നമുക്കൊരു നിമിഷം കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ, എൻ്റെ കുടുംബ ബന്ധങ്ങളിൽ യേശുവേ, ഈ ഐക്യം എൻ്റെ കുടുംബത്തിൽ ഉണ്ടാക്കണമേ, ഐക്യം ഈ കുടുംബത്തിലേക്ക് വരണമേ. ഈശോ പറഞ്ഞു, നമുക്കറിയാം ത്രിത്വത്തിൽ ഐക്യമുണ്ട്,
തിരുക്കുടുംബത്തിൽ ഐക്യമുണ്ട്. ഒരു കുടുംബം തിരുക്കുടുംബമാകണമെങ്കിൽ ആ കുടുംബത്തിൽ ഐക്യമുണ്ടാകണം. ആ കുടുംബത്തിൽ ജീവിത പങ്കാളി, ഭർത്താവ്, ഭാര്യ, മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ ഐക്യമുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബത്തെ നയിക്കുവാൻ വേണ്ടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഐക്യത്തിൻ ചൈതന്യമേ യേശുവേ, ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. യേശുവേ, ദിവ്യമാം ദാനങ്ങളാ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. ഐക്യത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ദാനങ്ങളാൽ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. സ്നേഹത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ദാനങ്ങളാ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. സ്നേഹത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ദാനങ്ങളാൽ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. പ്രിയപ്പെട്ടവരെ, ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പോലും പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ്: ഇനിമേൽ നിങ്ങൾ രണ്ടല്ല, ഒറ്റ ശരീരമാണ്. There is a unity. യൂണിറ്റിയിലാണ് ദാമ്പത്യത്തിലൂടെയുള്ള രക്ഷ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഭർത്താവിനോട് നിങ്ങൾക്ക് ഈ കുറവുണ്ട്, ഒരു ഭർത്താവിൽ ഈ കുറവ് കാണാൻ ഒരു ഭാര്യയ്ക്ക് സാധിക്കുന്നത്? ഒരിക്കലും പറ്റില്ല. വിവാഹമെന്ന കൂദാശയിലൂടെ ഇനി അവർ രണ്ടല്ല, അവർ ഒന്നാണ് എന്ന് പഠിപ്പിക്കുന്നു. അവരൊന്നാവുകയാണ്. ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി ആൻഡ് ബൈ ദ ലോ അവരെ ഒന്നാക്കുന്നു. ഒന്നാക്കുമ്പോൾ അത് അടുത്ത ഒരു ശരീരമല്ല, അടുത്തത് ഒരു വ്യക്തിയല്ല, മറിച്ച് അത് എൻ്റെ ഭാഗമാണ്, എൻ്റെ ഭാഗമാണ് എന്നൊരു തിരിച്ചറിവ്. അവിടെയാണ് എനിക്ക് ആ ഭാഗത്തിന് വേണ്ടി സഹിക്കാൻ പറ്റുന്നത്, എനിക്ക് ആ ഭാഗത്തിന് വേണ്ടി ത്യാഗമേറ്റെടുക്കാൻ പറ്റുന്നത്. മറ്റിടത്ത് അതർ പേഴ്സണാണ്, ദ അതർ പേഴ്സൺ. അതർ എപ്പോഴും അതർ തന്നെയാണ്, അത് മറ്റൊരാളാണ്. അവിടെയാണ് നമ്മൾ ഈക്വൽ റൈറ്റ്, ഈക്വൽ റെസ്പെക്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ ഒരു റെസ്പെക്റ്റും അവിടെ ഒരു റൈറ്റും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ അതല്ല, രണ്ടും ഒന്നാണ് എന്ന് പറയുമ്പോൾ ഐക്യത്തിലാണ് രക്ഷ, ഐക്യത്തിലാണ് മറ്റൊരാളുടെ രക്ഷ എന്നിലൂടെയും എൻ്റെ രക്ഷ മറ്റൊരാളിലൂടെയും സാധ്യമാകുന്നത്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കുക. നമ്മുടെ കുടുംബങ്ങൾ എന്നും ഐക്യത്തിൽ നിൽക്കണം, എന്നും ഐക്യത്തിൽ നിലനിൽക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഐക്യത്തിൽ നിലനിൽക്കുമ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങൾ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും ലഭിക്കും. നിങ്ങൾ യോജിച്ച് ചോദിക്കുന്ന, എൻ്റെ നാമത്തിൽ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും നിങ്ങൾക്ക് ലഭിക്കും. യോജിപ്പുണ്ടാവുക. നമുക്കറിയാം, ഒരു പക്ഷിക്ക് രണ്ട് ചിറകുകളുണ്ട്. ഒരു ചിറക് മാത്രം അടിച്ചാൽ ഒരു പക്ഷിയും ഉയർന്നു പൊങ്ങില്ല. അത് രണ്ടും തുല്യമായിട്ട് അത് അടിച്ചാൽ മാത്രമേ ആ പക്ഷി ആഗ്രഹിക്കുന്ന ഡെസ്റ്റിനേഷൻ, ആ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക്, ആഗ്രഹിക്കുന്ന ദിശയിലേക്ക് ആ പക്ഷിക്ക് പറന്നുയരാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഒരു കുടുംബത്തിൽ ഐക്യമുണ്ടെങ്കിൽ മാത്രമേ ആ കുടുംബത്തിന് ദൈവം ആഗ്രഹിക്കുന്ന നന്മയിലേക്ക്, ദൈവം ആഗ്രഹിക്കുന്ന ഒരു ദൈവിക പദ്ധതിയിലേക്ക് ഉയരാൻ പറ്റുകയുള്ളൂ. നമ്മുടെ കുടുംബത്തിന് ഐക്യത്തിൽ തടസ്സം നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കുക. സഭയിൽ ഐക്യത്തിൽ തടസ്സം നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കുക. എവിടെയെല്ലാം ഭിന്നതയുണ്ടോ അതെല്ലാം പ്രിയപ്പെട്ടവരെ തിന്മയിൽ നിന്നാണ് വരുന്നത്. അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, സഭയിൽ, ഞങ്ങളുടെ കൂട്ടായ്മകളിൽ, ഞങ്ങളുടെ സമൂഹങ്ങളിൽ ഐക്യത്തിൻ്റെ ആത്മാവിനെ വർഷിക്കണമേ എന്ന് നമുക്കൊരിക്കൽ കൂടി പ്രാർത്ഥിക്കാം.
സ്നേഹത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ദാനങ്ങളാ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. ഐക്യത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ദാനങ്ങളാൽ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. ഒരു വചനം ശ്രദ്ധിച്ച് നമ്മൾ കേൾക്കുക. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ്, അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 14-ാമത്തെ വചനം. ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരങ്ങളോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുന്നു, സഹോദരങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നു. ഇതേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. അവിടെ അതിന് മുമ്പത്തെ ആദ്യത്തെ വചനം എന്താണ്? ഇവർ ഏക മനസ്സോടെ പ്രാർത്ഥിച്ചു. അതാണ് പരിശുദ്ധാത്മാവ് വരാനുള്ള വഴി. ഏക മനസ്സ്. ചിലർ പറയും, അച്ഛാ ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ട്, ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഭർത്താവ് പ്രാർത്ഥിക്കുന്നത് ജോലിക്ക് വേണ്ടി, ഭാര്യ പ്രാർത്ഥിക്കുന്നത് വേറൊരു കാര്യത്തിന് വേണ്ടി, മക്കൾ പ്രാർത്ഥിക്കുന്നത് വേറൊരു കാര്യത്തിന് വേണ്ടി. കർത്താവ് തന്നെ കൺഫ്യൂഷനാവും. ചില കുടുംബ പ്രാർത്ഥനയിൽ കർത്താവ് തന്നെ കൺഫ്യൂഷനാവുകയാണ്. കാരണം നമ്മുടെ കുടുംബത്തിൽ ഐക്യമില്ല. പന്തക്കുസ്ത വരാൻ ഏക മനസ്സ്. യേശുവിൻ്റെ അമ്മയോട് ചേർന്ന് പത്രോസ്, സ്ലീഹന്മാര്, സഹോദരങ്ങൾ ഏക മനസ്സിൽ പ്രാർത്ഥിക്കുന്നു. ഒറ്റ പ്രാർത്ഥന, പരിശുദ്ധാത്മാവ് വരണം. പരിശുദ്ധാത്മാവ് വന്നോ, അടുത്ത സെക്കൻഡിൽ, അടുത്ത വചനത്തിൽ നമ്മൾ കാണുന്നത് പന്തക്കുസ്തയാണ്. പ്രിയപ്പെട്ടവരെ, ഏക മനസ്സോടെ പ്രാർത്ഥിച്ചു. അപ്പോസ്തല പ്രവർത്തനം 1:14. അവരേക മനസ്സോടെ ഈ ഒരേ മനസ്സ് വരിക. ഫിസിക്കലി വി ആർ മേ ബി വൺ. ഒരു വീട്ടിൽ, ഒരു മുറിയിൽ, ഒരു കൺജസ്റ്റഡായ മുറിയിൽ ഭർത്താവ്, ഭാര്യ എല്ലാവരും ഉണ്ട്. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. കാറിൽ പോകുന്നു, ഭർത്താവ്, ഭാര്യ, കുട്ടികൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ ഫിസിക്കലി ഒരു യൂണിയൻ ഉണ്ട്. പക്ഷേ മെൻ്റലി ഒരു ഏക മനസ്സിൻ്റെ യൂണിയൻ ഉണ്ടാവണമെന്നില്ല. ഫിസിക്കൽ യൂണിയൻ അത് മാനസിക യൂണിയനാണ് എന്നതിന് അർത്ഥമില്ല. അപ്പോൾ ഒരു ഭർത്താവ്, ഒരു ഭാര്യ ദാമ്പത്യ ജീവിതത്തിൽ കട്ടിലിൽ പ്രാർത്ഥിക്കുന്നു. അവർ ഒരു കാര്യം ഓർക്കുക, അവിടെ ഏക മനസ്സുണ്ടോ? ഇവിടെയാണ് സഭയിൽ പന്തക്കുസ്ത വരണമെങ്കിൽ ഏക മനസ്സോടെ പ്രാർത്ഥിക്കണം. ഒരുമിച്ച് ഒരു റൂമിലിരുന്നു കൊണ്ട് എല്ലാ മെത്രാന്മാരും പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് വരണമെന്നില്ല. ഏക മനസ്സുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏക മനസ്സുണ്ടെങ്കിലേ പരിശുദ്ധാത്മാവ് വരികയുള്ളൂ. ഏക മനസ്സോടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? അവിടെയാണ് പന്തക്കുസ്ത വരുന്നത്. അതിനാൽ നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കാം. ഈ ഏക മനസ്സോടെ പ്രാർത്ഥിക്കാൻ കൃപ നൽകണമേ. ഇപ്പോൾ ഒരു നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ നിയോഗങ്ങളെയും വിശുദ്ധ ഔസേപ്പിതാവ്, പരിശുദ്ധമ്മ വഴി അവരുടെ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, വിശുദ്ധ ഔസേപ്പിതാവേ, നിങ്ങളുടെ മകൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വേദനയെ യേശുവിനോട് ചേർത്ത് വയ്ക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ നിയോഗങ്ങളും വിശുദ്ധ ഔസേപ്പിതാവ് വഴി ഈ നിമിഷം വിശുദ്ധ കുർബാനയോട് ചേർത്ത് വെച്ച് നമുക്ക് ഈശോയുടെ ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങാം. ഐക്യത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ദാനങ്ങളാ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. ഐക്യത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ദാനങ്ങളാൽ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹം ഞങ്ങളിൽ പകരുന്ന പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഐക്യത ഞങ്ങളെ നിറയ്ക്കുന്ന പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ഔസേപ്പിതാവിനോടുള്ള സമർപ്പണ പ്രാർത്ഥന.
നമുക്ക് നമ്മുടെ കുടുംബങ്ങളെയും കുടുംബത്തിൻ്റെ പ്രാർത്ഥനകളെയും വിശുദ്ധ ഔസേപ്പിതാവിന് സമർപ്പിച്ച് തുടർന്ന് വരുന്ന പ്രാർത്ഥനയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെ വിശ്വസ്ത പുത്രനും ദൈവകുമാരനെ വളർത്തുവാൻ ഭരമേൽപ്പിക്കപ്പെട്ടവനുമായ വിശുദ്ധ യൗസേപ്പിതാവേ, ദൈവസ്നേഹവും വിശുദ്ധിയും കരുണയും നിറഞ്ഞു നിന്ന അങ്ങയെയാണല്ലോ തിരുക്കുടുംബത്തിൻ്റെ പരിപാലകനായി ദൈവം നിശ്ചയിച്ചത്. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളും ദൈവസ്നേഹത്തിലും വിശുദ്ധിയിലും കരുണയിലും വളരുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഓരോ നിമിഷവും ദൈവഹിതം അന്വേഷിക്കുകയും ദൈവഹിതത്തിന് വിധേയപ്പെടുകയും ചെയ്ത വിശുദ്ധ യൗസേപ്പിതാവേ, അനുദിന ജീവിതത്തിൽ ദൈവഹിതം അന്വേഷിക്കുവാൻ, അതിന് വിധേയപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും അങ്ങ് വഴി ഈശോയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ അപേക്ഷകൾ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഈശോയിൽ നിന്ന് ഈ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ആമേൻ.